വെള്ളം അടിച്ചിട്ടൊന്നും അല്ല അങ്കിളെ എൻ്റെ ബോധം പോയത്. സന്ധ്യ, സന്ധ്യേ, നീ വന്നോ മോളെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്നെ ആരാ കടത്തിക്കൊണ്ട് പോയത്? അങ്കിളെ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചോദിച്ച് സന്ധ്യ വിഷമിപ്പിക്കണ്ട. അവള് റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്താണെങ്കിലും നമുക്ക് പിന്നെ സംസാരിക്കലോ അങ്കിളെ. ഗംഗേ, വലിയ ഉപകാരം. ഉണ്ടായത് എന്താണെങ്കിലും നമുക്ക് പിന്നെ സംസാരിക്കാം. സന്ധ്യ വാ, പോവാം. വാ, നീ വന്ന് റെസ്റ്റ് എടുക്ക്. സന്ധ്യ നന്ദിനിയായിരിക്കുമെന്ന് കരുതിയാ ഞാൻ അവളെ പിന്തുടർന്നു പോയത്. രാത്രി മുഴുവൻ ഞാൻ അവളെ ശ്രദ്ധിച്ചു. അവള് നന്ദിനിയല്ല. ഭാഗ്യം. പണത്തിന് വേണ്ടിയാണ് അവളെ ആരോ തട്ടിക്കൊണ്ടുപോയത്. എന്നെ കണ്ട ഉടനെ അവർ ഓടിക്കളഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഇനി അവളെ ഇങ്ങനെ സംശയിക്കാതെ യഥാർത്ഥ നന്ദിനി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിൽ നന്ദിനിയുടെ കയ്യിൽപ്പെട്ട് ജീവൻ വെടിയേണ്ടി വരും. എന്താ മാധവി ഇത്? നീ പറയുന്നത് വിശ്വസിച്ച് ഞാനും ഭൈരവിയെ സംശയിച്ചു പോയി. ഈ കാര്യമെങ്ങാനും അവളറിഞ്ഞ അവള് കൊട്ടാരം വിട്ട് വെളിയിൽ പോകും. ഞാൻ പിന്നെ അരുണിനോട് എന്തു പറയും? ഇനിയെങ്കിലും ഇങ്ങനെ വീട്ടിലുള്ളവരെ സംശയിക്കുന്നത് നിർത്തിയിട്ട് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ നന്ദിനിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള വഴി ആലോചിക്ക്. കാരണം ഇപ്പൊ അവള് നോവിച്ചു വിട്ട ഒരു പാമ്പാണ്. എന്താ അരുൺ വിളിച്ചേ? ഹലോ സർ. സാർ എനിക്ക് സാറിന് അർജന്റായിട്ടൊന്ന് കാണുമായിരുന്നു. ഞാൻ നിങ്ങളുടെ കൊട്ടാരത്തിനടുത്തുള്ള ഏരിയയിൽ റൗണ്ട്സിലാ. എങ്ങോട്ടാ വരണേ? തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ് അമ്പലത്തിന്റെ അടുത്തേക്ക് ഒന്ന് വരും. ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റിൽ അവിടെ എത്തും. ഓക്കെ സാർ. അരുൺ പുറത്തെങ്ങോട്ട് പോയിരിക്കുക. ഇത് തന്നെയാ പറ്റിയ സമയം. അവനെ കാലചക്രം എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറ, ഇപ്പൊ തന്നെ എടുക്കാം. അത് ഇതിനകത്താ ഉള്ളത്. അരുൺ ഇതിനകത്ത് വെക്കുന്നത് ഞാൻ കണ്ടതാ. എന്നിട്ടത് എവിടെ? ഇനിയൊരു പക്ഷേ നമ്മൾ കാണാതെ പുറത്തേക്ക് കൊണ്ടുപോയി കാണോ? എന്റെ ഫോണിങ്ങെടുത്തേ. ഇതാ. ഗംഗേ പറയൂ. അരുണേട്ടാ, ഇന്നെന്ത് നേരത്തെ പോയത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? അതെ ഗംഗേ, കഴിഞ്ഞ ദിവസം നിന്നെ കാണിച്ച ഗോൾഡിലുണ്ടാക്കിയ വസ്തുവില്ലേ, അത് ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ആരോട് ചോദിച്ചിട്ടാ നിങ്ങളത് ഗവൺമെന്റിൽ ഏൽപ്പിക്കാൻ പോന്നെ?
നീ എന്തിനു ദേഷ്യപ്പെടുന്ന ഗംഗെ? ആ, അത് അച്ഛനോട് ചോദിക്കാതെ ആ സാധനം കൊണ്ടുപോയി ഗവൺമെന്റിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ അറിഞ്ഞ ദേഷ്യപ്പെടില്ലേ? അതുകൊണ്ട് അരുണേട്ടൻ വേഗം ഇങ്ങ് വാ. ഗംഗെ, നീ ഇതിൽ ഇനി തലയിടണ്ട. ഞാൻ ഇനി എന്ത് തന്നെ ആയാലും അച്ഛന്റെ വാക്ക് കേൾക്കാൻ പോകുന്നില്ല. ഇതേതോ അമ്പലമായിട്ട് ബന്ധപ്പെട്ട വസ്തുവാ. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് വലിയ തെറ്റാണ്. നമ്മുടെ നിയമത്തിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഗംഗെ, കഴിഞ്ഞ ദിവസം അത്രയും വലിയൊരു പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ പറഞ്ഞത് 100% ശരിയാ. അത് ദൈവികമായിട്ടുള്ള വസ്തു തന്നെയാ. അത് ഏത് അമ്പലത്തിലാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും കൂടി കൊണ്ടു കൊടുക്കാം. ദൈവം ഞാൻ പറയുന്ന കേക്ക്. ദൈവത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ കളിക്കരുത്. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ പോലീസ് നോക്കിക്കോളും ഗംഗെ. അച്ഛന്റെ പേരിൽ യാതൊരു സംശയം വരാത്ത രീതിയിലാണ് ഞാനിതിപ്പോ കൊടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, അന്ന് നമ്മുടെ വീട്ടിൽ വന്ന ACP സാരഥി വഴിയാണ് ഞാനിതിപ്പോ പോലീസിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അവർ ഈ വസ്തു എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് എത്തിച്ചോളും. നീ വെറുതെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അതല്ല. ഹലോ ഹലോ, എങ്ങനെയെങ്കിലും കാലചക്രം കൈപ്പറ്റണമല്ലോ. ദേവസേനെ, മോള് പുറത്തുപോയി കളിച്ചോ? ശരി ഗംഗ ചേച്ചി. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ, കേട്ടോ നീ? ഉടനെ പോ. അരുണിനെ കൊന്നിട്ട് ആ കാലചക്രം നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ഇനിയും നീ ഇങ്ങനെ പാവത്തെ പോലെ തുടർന്നാ നമ്മുടെ കടമ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാലചക്രം കൈക്കലാക്കുന്നുള്ളതാ ഇപ്പോഴത്തെ നമ്മുടെ ഏക ലക്ഷ്യം. അത് കൈക്കലാക്കാൻ എന്ത് ചെയ്താലും അതൊരു തെറ്റല്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല അരുൺ. ഈ വസ്തു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ എഴുതിയ ഒരു ലെറ്റർ സൈൻ ചെയ്ത് സ്റ്റേഷനിൽ കൊടുത്തിരുന്നാൽ മതി. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. പക്ഷെ എനിക്കെന്തോ ഇതും പാർവതിപുരമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊരു സംശയം. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്താ ദേവസേനെ, നീ എന്തിനാ എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല ആന്റി. ഇവളോട് ആ കാലചക്രത്തെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ദേവസേനെ, നിന്റെ അച്ചാച്ചന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം കാണാതെ പോയി. അതുണ്ടല്ലോ, സ്വർണം പോലെ വെട്ടിത്തിളങ്ങും. നീ ഇതിനു മുമ്പ് ഒരു തവണ അച്ചാച്ചൻ അത് എടുത്തു കൊടുത്തിട്ടുള്ളതല്ലേ? അതിപ്പോ വീണ്ടും കാണാതെ പോയി മോളെ. അത് പിന്നെയും കാണാതെ പോയതുകൊണ്ട് മോളുടെ അച്ചാച്ചന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുമെന്നുള്ളതാ ഇപ്പൊ എന്റെ പേടി. എന്താ ആന്റി പറയുന്നേ? അച്ചാച്ചന് അപ്പൊ ഇനി ഹാർട്ട് അറ്റാക്ക് വരുമോ? അപ്പൊ അച്ചാച്ചന്റെ അസുഖമൊന്നും മാറിയില്ല ആന്റി? എന്ത് ചെയ്യാനാ ദേവസേനെ, നീ അത് എവിടെയെങ്കിലും കണ്ടാ ഉടനെ അത് എടുത്തോണ്ട് വന്ന് എനിക്ക് കൊണ്ട് തരണേ. അച്ചാച്ചൻ ഒരു അബദ്ധം വരില്ല. ശരി ദേവസേനെ, ഞാൻ പോവാ. നീ ഇവിടെ നിന്ന് കളിച്ചു. ആന്റി ഒരു മിനിറ്റ്. എന്താ ദേവസേനെ? ആന്റി, ആ സാധനം അച്ഛൻ്റെ ഇരിപ്പുണ്ട്. അതെന്റെ അച്ഛൻ പോലീസിൽ കൊടുക്കാൻ കൊണ്ടുപോയിരിക്കുക.
കളിക്കാൻ പോവാ ആന്റി. അരുൺ വേഗം വണ്ടി തിരിക്കാൻ നോക്ക്, വണ്ടി തിരിക്കേ. എന്താ ഇത്? ഇതിപ്പോ രണ്ടെണ്ണം ഉണ്ടല്ലോ. നീ എത്തിയല്ലേ, ഇന്നത്തോടെ നിന്റെ അവസാനമാണ്. സാർ എഴുന്നേക്ക് സാർ. സാർ സാർ എഴുന്നേക്ക് സാർ. സാർ നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട.
ഗംഗ മരിച്ചിട്ടില്ല. ഗംഗ ജീവനോടെ തന്നെയുണ്ട്. തീർച്ചയായും ഈ കൊട്ടാരത്തിലേക്ക് തന്നെ അവൾ മടങ്ങി വരുന്നതാണ്. അതുവരെ മാത്രമേ നീ വിചാരിക്കുന്നത് നടക്കൂ. ഗംഗ ജീവിച്ചിരിപ്പുണ്ടല്ലേ? ഗംഗ ജീവനോട് തിരിച്ചെത്തിയത് നല്ലതാണെങ്കിലും ഇപ്പോൾ എന്നെ എതിർത്ത് നിൽക്കുന്നത് എനിക്ക് ദോഷം ചെയ്യും. ഗംഗ മുന്നിൽ നിൽക്കുമ്പോൾ അരുണിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൃത്യസമയത്ത് തന്നെ നീ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ ആ പാമ്പ് എന്നെ കൊന്നു കളഞ്ഞേരെ. നീ നാഗമേ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിപ്പോ എന്നെ ഒന്നും ചെയ്യാതെ അങ്ങ് പോയത്. വരുന്ന വഴിയിൽ ആ പാമ്പ ഇൻസ്പെക്ടർ അടിച്ച് താഴെ ഇട്ടു. നീ ഇപ്പൊ കൃത്യസമയത്ത് തന്നെ വന്നതുകൊണ്ടാ ഞാനെങ്കിലും രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ആ പാമ്പനെ ചിലപ്പോ ഈ നേരം കൊണ്ട് കൊന്നു കളഞ്ഞേരെ. ഞാനിപ്പോ വന്നില്ലേ, ഇനി വിഷമിക്കണ്ട. കൊട്ടാരത്തിലെ എല്ലാവരുടെ കാര്യവും ഇനി ഞാൻ നോക്കിക്കോളാം. വാ. എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ആ പാമ്പ് ഇൻസ്പെക്ടർ അടിച്ചു വീഴ്ത്തിയിരിക്കല്ലേ. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയൊന്നും അറിയില്ല. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊന്ന് പോലീസിൽ ഇൻഫോം ചെയ്യട്ടെ. ആ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ?
ഗംഗേ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോ. വാ കേറ്. ഗംഗയുടെ ആഗ്രഹം പോലെ തന്നെ ഗംഗയെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് അയച്ചല്ലേ? പക്ഷെ കൊട്ടാരത്തില് ഗംഗയുടെ രൂപത്തിലുള്ള നന്ദിനി ഉണ്ടാവില്ലേ അമ്മേ? ഗംഗ അവിടേക്ക് എത്തുമ്പോഴേക്കും നന്ദിനി അവിടുന്ന് പോയിട്ടുണ്ടാവും. ഗംഗയുടെ രൂപത്തിലാ നന്ദിനി ഉള്ളതെന്ന് ആരും മനസ്സിലാക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ട് അവൾ ആ കൊട്ടാരത്തിലേക്ക് പോവുകയില്ല. നന്ദിനി ഗംഗയുടെ രൂപത്തിലാ ഉള്ളതെന്ന് ഗംഗയ്ക്ക് അറിയാമോ അമ്മേ? നന്ദിനി ഗംഗയെ പോലെ അഭിനയിച്ച് കൊട്ടാരത്തിൽ കഴിയാണെന്ന് അമ്മ ഗംഗയോട് പറഞ്ഞായിരുന്നോ?